ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. എനിക്ക് സാധാരണയായിട്ട് വരുന്ന മറ്റൊരു മെസ്സേജാണ്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, സ്കൂളിൽ ഇന്ന പോലെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുക്കുക, എവിടെയാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. കുട്ടികളെ എങ്ങനെ അനുസരിപ്പിക്കാം എന്നുള്ളതിലാണ് പൊതുവെ പാരൻസ് ഫോക്കസ് ചെയ്യാറുള്ളതും. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് വീഡിയോ. അതായത് വഴക്ക് പറയാതെ അല്ലെങ്കിൽ തല്ലാതെ എങ്ങനെയാണ് കുട്ടികളെ അനുസരിപ്പിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ഇതിലൊക്കെ മിസ്സിങ് ആവുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത്. കുട്ടികളെ അനുസരിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികൾ അനുസരിക്കുക എന്നുള്ളതിനേക്കാളും അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അത് സെറ്റാവുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്ലോ ആവുന്നത്. അതായത് ചിലത് ശരിയാവുമ്പോഴാണ് ബാക്കിയുള്ള ചില കാര്യങ്ങൾ നല്ല ഒഴുക്കിൽ വരുന്നത്. ആദ്യത്തേത് അറ്റാച്ച്മെൻ്റാണ്. ഒരു കുട്ടിക്ക് എപ്പോഴും എന്ത് പ്രശ്നത്തിനിടയിലും ഓടി വരാനൊരു ആളുണ്ടാവണം വീട്ടിൽ, അല്ലെങ്കിൽ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്ത് പ്രശ്നം വന്നാലും ഇറ്റ്സ് ഓക്കെ പറയാൻ, ഇറ്റ്സ് ഓക്കെ, സാരില്ല, നമുക്ക് ഇന്ന പോലെ ചെയ്യാം എന്ന് പറയുന്ന ഒരാൾ കുട്ടിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരാളുണ്ടോ? ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിലാണെങ്കിൽ ഒരുപാട് കുട്ടികളുടെ കൂടെയാണ് വളരുന്നതെങ്കിൽ മേ ബി കൂട്ടത്തിലൊരു സുഹൃത്തുണ്ടായിരിക്കാം. പുറത്തിറങ്ങി കളിക്കുന്ന മക്കൾക്ക് ചിലപ്പോൾ ഒരു കൂട്ടുകാരി ഉണ്ടായിരിക്കാം. എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നു, അധികം ഫാമിലീസ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ആരാണ് കൂട്ട്? നിങ്ങളുടെ കുട്ടികൾക്ക് എന്തും പറയാൻ ഒരാളുണ്ടോ? അവർ പറയുന്നത് കേൾക്കാനും അല്ലെങ്കിൽ അവർക്ക് സമാധാനം കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരാളുണ്ടോ അവരുടെ ലൈഫിൽ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുട്ടിക്ക് വളർച്ചയിൽ ആവശ്യമായിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് അറ്റാച്ച്മെൻറ്റ്. നമുക്ക് നമ്മുടെ ലൈഫ് എടുത്താൽ തന്നെ എന്തുകൊണ്ട് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടായിട്ടും ആരുമില്ല എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ വല്ലാത്തൊരു ലോൺലിനെസ്, ഒറ്റപ്പെട്ട പോലുള്ള ഫീലിങ്, കൂട്ടത്തിൽ പോലും ഒറ്റപ്പെട്ട പോലത്തെ ഫീല്. ഇപ്പോൾ അധികം ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, പുറകിൽ ജോലി ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വെക്കാതെ ജോലി ചെയ്യാൻ പറ്റില്ല, തോട്ട്സ് അങ്ങ് വന്നു കൂടും എന്നുള്ളത്. അതായത് ചിന്തകൾക്ക് കൺട്രോളേ ഇല്ല, അതും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് കൺട്രോളേ ഇല്ല. എപ്പോഴും ഒറ്റപ്പെട്ട ഫീൽ. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഒന്ന് ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കാര്യം വരുന്നത്. നമ്മൾ ചെറിയ പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വലുതായി കഴിഞ്ഞാലും ഈ ഒരു അവസ്ഥ അത് നമ്മളിൽ നിന്ന് വിട്ടു മാറില്ല. നമുക്ക് എത്ര പേര് പിന്നെ ലൈഫിലേക്ക് വന്നാലും നല്ല സ്നേഹിക്കുന്നൊരു പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ചെറിയ പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വളർന്നാലും അല്ലെങ്കിൽ എത്ര പേര് ചുറ്റും ഉണ്ടായാലും ഈ ലോൺലിനെസ് ഒരിക്കലും വിട്ടു മാറില്ല. നമ്മൾ ഫുൾ ടൈം ബിസി ആയാലും, അതായത് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വെക്കുന്നു, പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്താലും ഒരു മൊമെൻറ്റ് നമ്മളൊന്ന് ഇരുന്നാൽ ഈ ലോൺലിനെസ് കടന്നാക്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഒരു അവസ്ഥ കുട്ടികൾക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവർക്കൊരാളായിട്ട് മാറുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സമയത്തും കുട്ടിയുടെ കൂടെ എല്ലാ ആവശ്യത്തിനും നിന്ന് കൊടുക്കുക എന്നുള്ളതല്ല കേട്ടോ. എല്ലാ സമയത്തും കുട്ടിയുടെ പുറകെ നടക്കുക എന്നുള്ളതല്ല. അവർക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ കേൾക്കാനൊരു കാതുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാനൊരു മനസ്സുണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. 2, ഇമോഷണൽ സേഫ്റ്റി. അതായത് അവർക്ക് അവരായി ഇരിക്കാനുള്ളൊരു ഇടം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മുമ്പിൽ പ്രത്യേകിച്ച് ആക്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് എന്തൊക്കെ ഉള്ളിൽ ഫീൽ ചെയ്താലും അതൊക്കെ എക്സ്പ്രസ് ചെയ്യാം. ഒന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ടതില്ല. നിനക്ക് നീ ആയിരിക്കാം, നീ എങ്ങനെയാണോ അതുപോലെയാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് എൻ്റെ മുമ്പിൽ നീ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രവൃത്തി വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് നമ്മൾ അത് തെളിയിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ കുട്ടികളോട് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, നിങ്ങൾ കുരുത്തക്കേട് കളിച്ചാലും, പറഞ്ഞത് കേട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ കേട്ടാലും, അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും എല്ലാം ഉമ്മിക്ക് നിങ്ങളെ രണ്ടാളെ ഇഷ്ടമാണ്. ഉമ്മിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആ കുരുത്തക്കേട് നിങ്ങൾ കാണിക്കുന്ന ഇന്ന കാര്യങ്ങൾ അതിനെ ഉമ്മി എതിർക്കും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് ഇഷ്ടക്കുറവില്ല. നിങ്ങളോട് കംപ്ലീറ്റ് ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഫുള്ളസ്റ്റായിട്ട് സ്നേഹമുണ്ട്. പക്ഷേ ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉമ്മിക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ അപകടത്തിലാക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, അത് ഉമ്മി എതിർക്കും. പക്ഷേ എതിർക്കുന്നത് ആ ഒരു തെറ്റ് മാത്രമാണ്, അല്ലാതെ നിങ്ങളെ അല്ല എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. ഈ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് അവിടെ സേഫ്റ്റി ഫീലിംഗ് ആണ് വരുന്നത്. ഓക്കെ, എനിക്ക് ഞാനായിരിക്കാം, സന്തോഷം പറയാം, സങ്കടം പറയാം, അല്ലെങ്കിൽ അത്യാവശ്യം കുരുത്തക്കേട് കളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതായത് ആ ഒരു കുരുത്തക്കേടിനെ മാത്രമാണ് ഉമ്മി എതിർക്കുന്നത്, അല്ലാതെ എന്നെ അല്ല. ഞാൻ എവിടെയും ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, സേഫ്റ്റി ഉണ്ട്. അതായത് ഞാൻ ഇന്ന പോലെ നടന്നാൽ മാത്രമേ എന്നെ ഇഷ്ടപ്പെടൂ ആൾക്കാർ എന്ന്
ചിന്തിക്കേണ്ടതില്ല എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നല്ലതായാൽ മാത്രമേ ഇഷ്ടപ്പെടൂ എന്നാണെങ്കിൽ കുട്ടി ഒരുപാട് അഭിനയിക്കേണ്ടി വരും. പക്ഷെ നല്ലതായാലല്ല, എല്ലാ പാർട്ടും ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് കുട്ടികളോട്, എൻ്റെ മക്കളുടെ എല്ലാ ഏരിയാസും, എല്ലാ കളികളും എല്ലാം എനിക്കിഷ്ടമാണ്. വഴക്ക് കൂടുന്നതാണെങ്കിലും എല്ലാം എനിക്കിഷ്ടം തന്നെയാണ്. അതിലൂടെയാണ് കുട്ടികൾ വളരുന്നത് അല്ലേ. വഴക്ക് കൂടൽ, ചെറിയ കുറുമ്പുകൾ, ഉണ്ടാക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ, ഇതെല്ലാം കുട്ടികളെ വളർത്തുന്നുണ്ട്, പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതിൽ തെറ്റ് വരുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ എതിർത്തൂന്ന് വരും, അതല്ലെങ്കിൽ അത് തിരുത്തിന്ന് വരും. പക്ഷെ അത് കുട്ടിയെ എതിർക്കലല്ല, അല്ലെങ്കിൽ കുട്ടിയോടുള്ള ദേഷ്യമല്ല. 3, ഫ്രീ ആയിട്ട് കളിക്കാനുള്ളൊരു ചാൻസ് കൊടുക്കുക എന്നുള്ളത്. എപ്പോഴും, അതായത് കുട്ടികൾ ബോറടിക്കുന്നു എന്ന് പറയുന്നത് വളരെ നോർമലാണ്. എപ്പോഴും കുട്ടികളെ എൻഗേജ്ഡ് ആക്കാനായിട്ട് നമ്മൾ എഫേർട്ട് ഇടേണ്ടതില്ല. കുട്ടികളെ ബോറടിക്കാനും കുറച്ച് അനുവദിക്കുക. എല്ലാ സമയത്തും എൻ്റെ കുട്ടിക്ക് ബോറടിക്കുന്നു, എന്താ ചെയ്യേണ്ടത്? ഓരോ പുതിയ പുതിയ പസിൽസ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ ടോയ്സ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി അവരെ കളിപ്പിക്കാനായിട്ട് ഒരുപാട് എഫേർട്ട് ഇടുക. അങ്ങനെ ചെയ്യാതെ അവരെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക. അവർക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം അങ്ങ് ഒരുക്കി കൊടുക്കുക. അത് ചിലപ്പോൾ അവർ പരാതി പറയുന്ന സമയത്തും അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. എൻ്റെ കുട്ടികൾ ബോറടിക്കുന്നു എന്ന് പറയുമ്പോൾ അവരോട് ഞാൻ പറയാറുള്ളൊരു കാര്യം, ചിലപ്പോൾ ഈ ഒരു ബോറടിയിലൂടെ ആയിരിക്കും നിങ്ങൾ വലിയ കാര്യം കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയാണ് ഇതിനു മുൻപുള്ള ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, ഈ ഫാൻ ഉണ്ടായതും AC ഉണ്ടായതൊക്കെ ആരൊക്കെയോ ഓരോ സമയത്ത് ബോറടിച്ചുകൊണ്ടാണ്. അല്ലാതെ ഫുൾ ടൈം എൻഗേജ്ഡ് ആണെങ്കിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫാനോ ACയോ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ അവരുടെ ടാബോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ആരൊക്കെയോ പണ്ട് ബോറടിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവർക്കതൊരു ഓക്കെ, ബോറടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് അവർ മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അല്ലാതെ ഒരു പ്രാവശ്യം കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ മെമ്മറിയിൽ സേവ് ആക്കി പിന്നെ ആ ഒരു ചോദ്യം ചോദിക്കാതിരിക്കലോ അല്ലെങ്കിൽ ആ ഒരു ബോറടിക്കുന്നു എന്നുള്ള കംപ്ലയിൻറ്റ് പിന്നെ പറയാതിരിക്കലോ അല്ല. ഇതിവർ പറയുകയും ചെയ്യും, നമ്മൾ ഈ ഒരു റിപ്ലൈ കൊടുക്കുകയും വേണം. 4, പാരൻറ്റിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആവുക. ബൗണ്ടറി ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കുക. എന്തിലൂടെ? നമ്മൾ അവരുമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ. കൺസിസ്റ്റൻ്റ് ആവുക, പാരൻറ്റിങ്ങിൽ എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആവുക? ഒരു ദിവസം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട്, അടുത്ത ദിവസം ഭയങ്കരമായിട്ട് ചിരിച്ച്, അതിനപ്പുറത്തെ ദിവസം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഈ രീതിയിലുള്ള പാരൻറ്റിങ് ഇൻകൺസിസ്റ്റൻറ്റ് പാരൻറ്റിങ് എന്നാണ് പറയുക. അതായത് ഓരോ ദിവസവും ഓരോ ലെവലിലുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന പാരൻറ്റിങ്. അതല്ല കുട്ടികൾക്ക് വേണ്ടത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആവണം. നമ്മുടെ രീതികൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണം. ഇനി കുട്ടികളുമായിട്ടുള്ള ബൗണ്ടറി ഉദ്ദേശിച്ചത് എന്താണ്? അമ്മ ഏത് സമയത്താണ് ഫ്രീ, അല്ലെങ്കിൽ അച്ഛൻ കളിക്കാൻ വരുന്ന ടൈം ഏതാണ് ഏതല്ല എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. എത്ര സമയമാണ് സ്ക്രീൻ അലൗഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള കുറുമ്പുകൾ കാണിച്ചാൽ പണിഷ്മെൻറ്റ് കിട്ടും, ഏത് സമയത്താണ് ഉറങ്ങേണ്ടത് അല്ലെങ്കിൽ ഏത് സമയത്താണ് എഴുന്നേൽക്കേണ്ടത്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ബൗണ്ടറി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നത് ബൗണ്ടറിയും അല്ലെങ്കിൽ പണിഷ്മെൻറ്റും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ ഇമോഷണൽ സേഫ്റ്റി കുട്ടികൾക്ക് ഫീൽ ചെയ്യില്ല. ആദ്യം ഇമോഷണൽ സേഫ്റ്റിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നാണെങ്കിൽ ഏപ്രിൽ 11 സ്റ്റാർട്ട് ചെയ്യുന്ന പാരൻറ്റിങ് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ, റുട്ടീൻ ഫോളോ ചെയ്യാൻ, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ടിപ്സും ട്രിക്സും ടാസ്കും ഒക്കെ അവൈലബിൾ ആയിരിക്കും. 1 മാസം നീണ്ടു നിൽക്കുന്ന ഗ്രൂപ്പ് കോച്ചിങ് ആണ്. ചെറിയ കുട്ടികൾ മുതൽ ടീനേജേഴ്സും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക്, അതായത് 2 വയസ്സാണെങ്കിലും 20 വയസ്സാണെങ്കിലും 30 വയസ്സാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു ഗ്രൂപ്പ് കോച്ചിങ് ആയിരിക്കും ഇത്. പാരൻറ്റിങ്ങിൽ വരുമ്പോൾ മാത്രം, അതായത് കുട്ടികളുടെ അടുത്ത് മാത്രം നിങ്ങൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ കുട്ടികളുടെ അടുത്ത് വരുമ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഷൗട്ട് ചെയ്തു പോകുന്നു, അതുപോലെ കുട്ടികളുടെ ചില സ്വഭാവത്തിനും പിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, കുട്ടികളുമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല, എത്ര നോക്കിയിട്ടും കമ്മ്യൂണിക്കേഷൻ അങ്ങ് ശരിയാവുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് കോച്ചിങ് വളരെ എഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക്. പാരൻറ്റിങ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 3 ദിവസം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു മെസ്സേജ് കാണുന്നെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കാരണം എല്ലാ മാസവും 2-3 ഗ്രൂപ്പ് കോച്ചിങ് വ്യത്യസ്ത വിഷയത്തിൽ നടക്കാറുണ്ട്. നമ്മുടെ ലൈഫ് ഡീപ്പായിട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് നമ്മുടെ കോച്ചിങ് സ്റ്റൈൽ. അതായത് ICF സ്റ്റാൻഡേർഡിലാണ് നമ്മുടെ കോച്ചിങ് ഒക്കെയും നടക്കുന്നത്. ലൈഫിൽ വലിയ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.